ഇതുപോലെ ഉഴുന്നുവട ഉണ്ടാക്കിയെടുത്താൽ ഏത് പെർഫെക്റ്റ് ആവാത്ത ഉഴുന്നുവടയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നല്ല ഉഴുന്ന് ബോൾസ് ആയിട്ടുള്ള ഉഴുന്നുണ്ടല്ലോ, അതായത് 2 പീസ് ആവാതുള്ള അതാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നന്നായിട്ട് തന്നെ അതൊന്ന് ചൂട് വെള്ളത്തിൽ ഒരു 2 to 3 ഹവേഴ്സ് ഒന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. പെട്ടെന്ന് കുതിർന്ന് ഇട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റിയെടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിക്കുന്ന സമയത്ത് ഒരല്പം തരിയോട് കൂടി വേണം കേട്ടോ അരിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അതൊരു വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണേ. അതിനുശേഷം ഒരു 2 ഹവേഴ്സ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അതിനുശേഷം തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് മണി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഒരു കൈ അങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉഴുന്നിന് പറ്റിയ ആ ഒരു മാവ് എടുക്കുക, കയ്യിൽ വെക്കുക, പിന്നെ ജസ്റ്റ് ഒരു വിരൽ വെള്ളത്തിൽ കുത്തിയിട്ട് ഹോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ ഒരു ഉഴുന്നുവടേൻ്റെ ആ ഒരു ഷേപ്പ് ആക്കുന്നതിന് മുമ്പ് തന്നെ എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കണം. അങ്ങനെ ഒരു 3-4 ഉഴുന്നുവട ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള നല്ലൊരു അടിപൊളി ചട്നിയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കാം. കുറച്ച് ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ മീഡിയം ഫ്ലെയിമിൽ ഒരുപാട് വെട്ടി തിളയ്ക്കാൻ വേണ്ടി വെക്കാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ബബിൾസ് വരുന്നുണ്ട് എന്നുള്ള ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ വേറെ ഒരു ചീനച്ചട്ടി എടുക്കുക. വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഉഴുന്നുവടയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റും ഈസിയും നല്ല ക്രിസ്പിയോട് കൂടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ